അരമനക്കിങ്ങിണിയെ സ്വന്തം മണ്ഡലത്തിൽ നാട്ടുകാർ കണ്ടം വഴി ഓടിച്ചു. ഇതുപോലൊരു ഗതികെട്ട KPCC പ്രസിഡന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇയാൾ വെറും ഒരു അരമനക്കിങ്ങിണിയാണെന്നും ആലപ്പുഴ കോവാലിന്റെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണെന്നും ഞങ്ങൾ പറയുന്നതിൻ്റെ മറ്റൊരു തെളിവിത. സ്വന്തം മണ്ഡലത്തിൽ പോലും യാതൊരു വിലയുമില്ലാത്ത ഇയാളാണ് KPCCയെ നയിക്കുന്നത് എന്നോർക്കണം. ഇതേസമയം കെ സുധാകരന്റെ അടുത്തായിരുന്നു ഈ പണിയുമായി CPM പ്രവർത്തകർ വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി സംഭവത്തിലേക്ക് വരാം. KPCC പ്രസിഡന്റും പേരാവൂർ MLA-യുമായ സണ്ണി ജോസഫിനെ മണ്ഡലത്തിലെ പരിപാടിക്കിടെ CPM പ്രവർത്തകർ ഇറക്കിവിട്ടു. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അരമനക്കിങ്ങിണി. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡ് ആയതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് MLA ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നും പറഞ്ഞായിരുന്നു വിളിക്കാത്ത പരിപാടിയുടെ ഉദ്ഘാടകനായി സണ്ണി ജോസഫ് വലിഞ്ഞുകയറി ചെന്നത്. എന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞാകാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. അവർ പ്രകടനവും നടത്തി. ചാവശ്ശേരി റോഡിന്റെ നവകേരള സദസ്സിൽ വെച്ച് ഒന്നേകാൽ കോടി രൂപ ഫണ്ടായി പാസാക്കിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. സണ്ണി വക്കീൽ ഗോവേ അഭിവാദ്യങ്ങൾ. പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. അനുവദിച്ചൊരു സർക്കാർ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. തുടർന്ന് MLA വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരാവൂർ മണ്ഡലത്തിൽ 2 റോഡുകളുടെ നവീകരണത്തിന് തുക അനുവദിച്ചത്. നവകേരള സദസ്സ് തന്നെ ബഹിഷ്കരിച്ച MLA ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞായിരുന്നു CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തിനൊടുവിൽ നഗരസഭാ ചെയർപേഴ്സണാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പരിപാടിക്കെത്തിയ സണ്ണി ജോസഫിന്റെ കൂടെ ഒരൊറ്റ പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞ് സണ്ണി ജോസഫ് ഒരു പത്രസമ്മേളനം വിളിച്ച് എന്തൊക്കെയോ വിലപിച്ചു. സർക്കാർ ഫണ്ടാണെങ്കിൽ ഞാൻ പോയിരിക്കും എന്നൊക്കെ വിലപിക്കുന്നത് കേട്ടു. അവിടെ നിന്നാൽ അടികിട്ടും എന്ന് പേടിച്ചാണ് പാവം വേദിയിൽ നിന്നും ഇറങ്ങി ഓടിയത്. ഒരു KPCC പ്രസിഡന്റിന്റെ ഗതികേട് നോക്കണേ. സണ്ണി ജോസഫേ, നിങ്ങൾ രാഹുലിന് പകരമെടുത്ത ആ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എവിടെ പോയി? ആണുങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം പേടിച്ചു തൂറി ഓടേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുമായിരുന്നോ എന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.